അതുപോലെ ഇന്ന് നാം അനുഭവിക്കുന്ന കേരളം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മാതൃകയാണ്. ആ കേരളം രൂപപ്പെടുത്തുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള നേതാവ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് നടത്തിയിട്ടുള്ളവരാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനവും എന്ന് നമ്മൾ മറന്നു പോകുന്നത്. സി കുഞ്ഞുമ്പോട്ടൻ ഇന്നത്തെ നമുക്കെല്ലാം ഈ പുതിയ തലമുറക്ക് ഏറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള സഖാവാണ്. വലിയ പ്രാസംഗികരൊന്നുമല്ല. പക്ഷേ കുഞ്ഞുമ്പോട്ടനോടൊപ്പം കുറച്ചു കാലം അദ്ദേഹത്തിന്റെ ലോക്കൽ കമ്മിറ്റിക്കകത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സഖാവ് എന്ന നിലയിൽ സഖാവിന്റെ ഓരോ പ്രശ്നങ്ങളിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ഉൾക്കാഴ്ച വിശാലമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എത്രയോ വർഷക്കാലത്തെ തന്റെ ജീവിതം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് സഖാവ് സി കുഞ്ഞുമ്പോട്ടൻ. ഈ മൂന്ന് മഹാരഥന്മാരുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. ഈ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് കെ സി ഹരീശ്വരൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി കൂടിയായ അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഉദ്ഘാടനം സുഖഘട്ടം ഉൾപ്പെടെയുള്ള സഹോദരിയും സഹോദരന്മാരെയും സഖാക്കളെ സുഹൃത്തുക്കളും, മൂന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ദിനാചരണമാണ്. അതിൽ 2 പേർ 19, 22, പിന്നീട് ഇന്ന് 23. 2 പേർ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. സമാനമായി തന്നെ കുഞ്ഞുമ്പോട്ടനും ഈ നാട്ടിന്റെ ഏറ്റവും മികച്ച പ്രവർത്തകർ. നമ്മുടേതുപോലുള്ള പാർട്ടി എല്ലാ വർഷവും ഇതുപോലെ ദിനാചരണങ്ങൾ ആചരിക്കുകയാണ്. ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്, എല്ലാ വർഷവും നിങ്ങൾ എന്തിനാണ് ഈ ഓർമ്മ പുതുക്കുന്നത്? മറ്റു പലരും ഇതുപോലെ തന്നെ ഓർമ്മ ദിനം കൊണ്ടാടാം. വീടുകളിൽ നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ അച്ഛന്മാരുടെ എല്ലാ ഓർമ്മ ദിനങ്ങളും കൊണ്ടാടും. അതുപോലെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദിനാചരണങ്ങൾ ആചരിക്കുന്നത്? തീർച്ചയായും നമുക്ക് പറയാൻ വേണ്ടി കഴിയണം, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ സംഭാവനകളെ കുറിച്ച് നാം ഓർമ്മിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു പ്രധാന വസ്തുത, നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിനോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെ ആയിത്തീരുന്നത്, ഇങ്ങനെ ആയിത്തീരുക എന്ന് പലപ്പോഴും ചില സംശയമുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുകയാണ് ഇവിടെ. ഒരു കാലത്ത് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങളോട് ചേർന്നാണ് ഇപ്പൊ നമ്മൾ. ഒരു കാലത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും അപരാധമാണ്. ഈ അടുത്ത ദിവസം നമ്മളൊരു ചർച്ചയിൽ അപ്പോൾ പങ്കെടുത്തപ്പോൾ നമ്പൂതിരിമാരുടെ പഴയ കാലത്തെ ആചാരബന്ധിതമായ അവരുടെ കാര്യത്തെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്യുന്നത്. അവരതിനെ വല്ലാത്ത തരത്തിൽ അഭിമാനപൂർവ്വം ഓർമ്മിക്കുകയാണ്, ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു. ഒപ്പം തന്നെ അവര് വളരെ ആധികാരികമായി പറയുന്ന ഒരു കാര്യം, ഞങ്ങളന്ന് നടന്നു പോകുമ്പോൾ
താഴ്ന്ന ജാതിക്കാരൊന്നും ഈ പ്രദേശത്തോട് നടന്നു പോകുന്ന വഴിയിലൂടെയാണ് പറഞ്ഞത്, ഈ പ്രദേശത്തൂടെ നടക്കുമായിരുന്നില്ല. നമ്മള് നടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം സൂചിപ്പിച്ചത് ഞങ്ങൾ വലിയൊരു തറവാടായിരുന്നു, നമ്മൾ ആശ്രിതരായിരുന്നു ഈ പ്രദേശത്തുള്ള എല്ലാവരും. ഞങ്ങൾ ആശ്രിതരായിരുന്നവർ, ഞങ്ങൾ പോകുന്ന വഴിയെ നടക്കാത്തവർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ പഴയ തലമുറ. ആ കാലെല്ലാം പോയി. അയാളുടെ നെടുവീർപ്പോടുണ്ട് ഈ കാലൊക്കെ പോയി. ഇപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ജാതിയില്ല, മതമില്ല, ഐക്യമില്ല, ഇങ്ങനെയെല്ലാം പോയി കെട്ടകാലം എന്നാണ് അദ്ദേഹം അത് വിശേഷിക്കുന്നത്. നമ്മൾ പിന്നീട് നടന്ന ചർച്ചയെ കുറിച്ച് നമ്മളോട് പറയണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ ഇതൊരു കെട്ടകാലമാണ്. എന്നാൽ നമ്മുടെ ഭാഷയിലോ നമ്മൾ പോകുമ്പോൾ പറയേണ്ടത് നമ്മളെല്ലാം ഒരു കാലത്ത് നടക്കാൻ, മാറുമറക്കാൻ, സ്വതന്ത്രമായി വർത്തമാനം പറയാൻ ഒക്കെയുള്ള ഒരു അവസരം നിഷേധിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് പൂർണ്ണമായും മാറിയോ എന്ന് വെച്ചാൽ മാറിയിട്ടില്ല. ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഈ ചില കാര്യങ്ങൾ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അത് പൂർണ്ണമായി അങ്ങോട്ട് മാറി കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു പരിധി വരെ അത് മാറി. ഒരു പരിധി വരെ മാറിയപ്പോഴാണ് നാം ഇങ്ങനെ ഒന്നിച്ചിരുന്നത്. ഒന്നിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഒന്നിച്ച് പഠിച്ചു. ഒന്നിച്ച് പഠിച്ചു എന്ന് മാത്രമല്ല, ജോലി കിട്ടി. ഒന്നിച്ചിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായി. മെച്ചപ്പെട്ട തിരക്കേടില്ലാത്ത ശമ്പളമൊക്കെ പലർക്കും കിട്ടി. ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ഇന്നലകളിൽ നിന്നുള്ള മാറ്റത്തിന്റെ ഭാഗമായി ഇന്നെത്തുമ്പോഴേക്കും ഒരുപാട് മാറ്റം എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടായി. ഇവിടെയാണ് യഥാർത്ഥത്തിൽ EMSന്റെയും AKGയുടെയും കുഞ്ഞമ്പോട്ടിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മൾ ഉണ്ടാകും. ഇതിലാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. കേവലമായി ഓർക്കുകയല്ല ചെയ്യുന്നത്. നമ്പൂതിരി കുടുംബത്തിന്റെ, ഞാനതിന്റെ വളരെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. യോഗക്ഷേമ സഭ ഉൾപ്പെടെയുള്ള EMSന് ഒരു കാലുണ്ട്. വിധവാ വിവാഹത്തെ നിഷേധിച്ച് യഥാർത്ഥത്തിൽ നമ്മളന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നത്, നമ്പൂതിരി കുലത്തിൽപ്പെട്ട ആളുകളെല്ലാം വല്ലാത്ത സുഖം അനുഭവിച്ചിരുന്നു എന്നായിരുന്നു. നമ്മളൊക്കെ നമ്പൂതിരി എന്ന് പറയും ഉയർന്ന ജാത, ഉന്നത കുല ജാതൻ, എല്ലാ സമ്പത്തും കേന്ദ്രീകരിച്ചയാള്, പറയുന്ന വേദം പഠിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ, മറ്റുള്ളവരുടെ വേദവും വിദ്യാഭ്യാസം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ആളുകൾ, അവരെല്ലാം അതിനുള്ള അവകാശമുള്ളവർ എന്നാണ്. പക്ഷേ നമ്പൂതിരി കുലത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടുകൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ സ്ത്രീകൾ അനുഭവിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, പുരുഷന്മാർ അനുഭവിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, നമ്പൂതിരി കുലത്തിൽ തറവാട്ടില് ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും. മൂത്ത നമ്പൂതിരിയ, അനുജന് കഴിക്കാൻ പറ്റൂല. അപ്പം നമ്പൂതിരി, അപ്പൊന്നല്ല ഫാദർ പറയാൻ പാടുള്ളൂ, പങ്കടച്ച അപ്പം നമ്പൂതിരി എന്നാ പറയാം. അയാൾക്ക് വിവാഹം കഴിക്കാൻ, അദ്ദേഹം കഴിക്കുന്ന പേര് വേളിന്നാ. വേളി എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? എല്ലാ വീട്ടിലും പോവാം, വേളിയും കഴിക്കാൻ അഡ്രസ് ഇല്ല. മറ്റേക്ക് മാത്രമേ അഡ്രസ് ഉള്ള വിവാഹം. അപ്പോ തൊട്ട് താഴെയുള്ളൊരുത്തനായി ജനിച്ചാൽ, നമ്പൂതിരിയുടെ മക്കളിൽ മൂത്തവനായി രണ്ടാമത്തവനായി ജനിച്ചാൽ ഒരു കാര്യമില്ല, സ്വത്തില്ല, അവകാശമില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇതൊന്നും. മറ്റുള്ള സ്ത്രീയുടെ കാര്യം വളരെ, നിങ്ങൾ സ്മാർത്ത വിചാരം സിനിമ കണ്ട് കാണേണ്ടതാണ്. അതില് സ്ത്രീയുടെ കാര്യം വളരെ വലുതാവുകയല്ല. എന്ന് പറഞ്ഞാൽ വിധവാ വിവാഹം, നിങ്ങൾ സിനിമയിൽ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും. 16 വയസ്സുള്ള നമ്പൂതിരി സ്ത്രീയെ പൊതുമുത്തത്തിനായ 95 വയസ്സുള്ള ആൾ വിവാഹം കഴിച്ചത്, വേടി കഴിച്ചത്. ഇതൊക്കെ നമ്പൂതിരി കുലത്തിലുണ്ടായ ഒരു പ്രശ്നമാണ്. മാത്രമല്ല അവർക്ക് പുറത്ത് സഞ്ചരിച്ചുകൂടാ, മറക്കുട ഉപയോഗിച്ചിട്ടാണ് നടന്നു പോയിരുന്നത്. നിങ്ങൾ അതൊക്കെ കണ്ടല്ലോ, ഒരു കുട ഉപയോഗിച്ചിട്ടാണ് സ്ത്രീകൾ നടന്നു പോവുക, നമ്പൂതിരി സ്ത്രീ പോവുക. ഒരാൾ കണ്ടുകൂടാ. സമാന സ്വഭാവം മുസ്ലിങ്ങളുടെ നിങ്ങൾ കണ്ടോ അല്ലേ നടന്നു പോകും. അത് മാത്രമല്ല സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ആരാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമാണ്. അത് മനു രാഷ്ട്രവാദത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ല, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കില്ല. ചെറുപ്പത്തില് അച്ഛനമ്മമാരോടൊപ്പം, പിന്നീട്
ഭർത്താവിനോടൊപ്പം, രാത്രിയോ വയസ്സായാലോ മക്കളോടൊപ്പം, സ്വന്തമായിട്ടൊന്നും പാടില്ല. അതിന് വ്യാഖ്യാനിച്ചത് നമ്മുടെ സുരേന്ദ്രൻ, BJPയുടെ നേതാവ്. വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് പിന്നെ എല്ലാ അവകാശങ്ങളും കൊടുക്കുകയല്ലേ, ആദ്യം മുലപ്പുറ അവസാനം മക്കളെ ശിക്ഷയിൽ ജീവിച്ചുകൊണ്ടുന്ന. അതുപോലെ സ്ത്രീ പഠിക്കില്ലെന്നാ പറഞ്ഞു. സ്ത്രീ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീയെ കുറിച്ച് അവർ പറഞ്ഞ വാചകം നമുക്ക് പുരുഷന് സൂഹിക്കാനുള്ള ഉപകരണം മാത്രമാണ്, വേറെ ഒരു കാര്യമില്ല. സ്ത്രീ ഉപകരണം മാത്രമല്ല, പ്രസവിക്കുക ഒന്നുമില്ല. പുരുഷനെ തൃപ്തിപ്പെടുത്തി പ്രസവിച്ച് പുതിയ തലമുറ സൃഷ്ടിക്കുക, ഇത് മാത്രമാണ് സ്ത്രീയുടെ ഉന്നതി. പഠിക്കുന്നു വേണ്ട. ഈ പറയുന്ന മേഖലയിലാണ് നമ്മുടെ EMS ഉയർന്നു വരുന്നത്. EMS ഉയർന്നു വന്നു മാത്രമല്ല, ഈ മേഖലയിലുള്ള അനാചാരങ്ങൾക്കെതിരായി വലിയ തോതിൽ ശബ്ദിച്ചു. അങ്ങനെയാണ് വിധവാ വിവാഹം കൊണ്ടുവന്നത്. വിധവാ വിവാഹത്തെ കുറിച്ച് നമ്മളന്ന് ഒരുപാട് നാടകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഉൾപ്പെടെയുള്ള നാടകം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തെ ആധാരമാക്കി. ഈ രീതിയിൽ അവിടെ നിന്ന് നമ്പൂതിരി കുലത്തിന്റെ സ്ത്രീകളെ സംഘടിപ്പിച്ച് ആ മേഖലയിലുള്ള ദുരാചാരങ്ങൾക്ക് ശ്രദ്ധിച്ച് പിന്നീട് ഈ സമൂഹത്തിലാകെ സാധാരണക്കാരന്റെ വിഷയങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടാണ് EMS. നിങ്ങളൊന്ന് ഇന്നത്തെ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എത്ര അടി ദൂരെ നടക്കേണ്ടത്, ജാതിയെ കുറിച്ച് മനുരാഷ്ട്രവാദത്തിൽ വിവരിച്ച ഒരുപാട് കാര്യമുണ്ട്. ആരാണ് ജാതി, എന്താണ് ജാതി, ജാതിയിൽപ്പെട്ടവൻ എങ്ങനെയാണ് നടന്നു പോകേണ്ടത്, 30 അടി അകലത്തിൽ നടക്കേണ്ടതുണ്ട്, 20 അടി അകലത്തിൽ നടത്തേണ്ടതുണ്ട്, ദൃഷ്ടിയിൽപ്പെട്ടാൽ പാടില്ലാത്തവരുണ്ട്, അത് കഴിഞ്ഞാൽ അയിത്തമുള്ളവരുണ്ട്, അയിത്തമുള്ളവർ എന്ത് ചെയ്യണം എന്നൊക്കെ വിവരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇത് നമ്മുടെ മേഖലയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ ദുരാചാരമാണ്. അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം നമുക്കുണ്ടായിരുന്നില്ല. ഇരിക്കുന്ന പല ആൾക്കും അമ്പലത്തിൽ പ്രവേശിക്കുന്നത് മാത്രമല്ല, അമ്പലത്തിന്റെ മുമ്പിലൂടെ നടന്നു പോയിക്കൂടാ. ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാം. അവർ പറയുന്നുണ്ടടുക്ക് ഇതെല്ലാം ദൈവത്തിന്റെ വികൃതികളാണ്, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂല, അമ്പലത്തിന്റെ മുമ്പിലൂടെ പോകാൻ പറ്റില്ല. മുമ്പിലൂടെ പോകല്ല, അമ്പലത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ നടന്നു പോകാം. വൈക്കത്തെ സമരത്തിന്റെ പ്രത്യേകത അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള സമരമല്ല, അതിന് ചുറ്റുമുള്ള റോഡിലൂടെ നടക്കാനാണ്. ആ റോഡിലൂടെ എല്ലാ വിഭാഗം ആളുകൾക്കും എഴുതി വെച്ചിരിക്കുന്ന വാചകം അന്യ മതക്കാർക്ക് പ്രവേശനമില്ല എന്നല്ല, താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. വൈക്കം സത്യാഗ്രഹം അങ്ങനെയാണ്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് ഇത് പറ്റൂല. EMSന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞത് ഇത് പറ്റൂല, നമുക്ക് നടന്നു പോകണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, ഇണ്ടന്തുരുത്തി മലയാണ്, വൈക്കത്തിന് തൊട്ടടുത്താണ് ഇണ്ടന്തുരുത്തി മല. മഹാത്മാഗാന്ധി ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം തീർക്കുന്നതിന് വേണ്ടി ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി വരുന്ന ഒരു ചിത്രമുണ്ട്. മഹാത്മാഗാന്ധി അവിടെ വന്നു ഇണ്ടന്തുരുത്തി മലയിലെ നമ്പൂതിരിയോട് പറഞ്ഞു ഒന്ന് കാണണം, അദ്ദേഹത്തിന്റെ കീഴില ഈ വൈക്കം അമ്പലം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വാചകത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാഷ കേട്ടിട്ടുണ്ട്. ലോകമാദരിക്കുന്ന മഹാത്മാഗാന്ധി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പ്രത്യേകം സജ്ജമാക്കിയ ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അഭ്യർത്ഥിച്ചപ്പോ ഇണ്ടന്തുരുത്തി മനയിലെ ആ തന്ത്രി പറഞ്ഞു, ഞാൻ ശ്രീകൃഷ്ണനെ പോയിട്ട് അങ്ങോട്ട് പോയി തോന്നില്ല, ദൈവം എന്റെ അടുത്ത് വരും, ദൈവം എന്റെ അടുത്ത് വരുന്നവരാ, ഞാൻ ഏതോ ഒരു ഗാന്ധിയുടെ അടുത്ത് ഞാൻ പോകില്ല. അങ്ങനെയാ അദ്ദേഹം പറഞ്ഞത്. ഇണ്ടന്തുരുത്തി മനയിലെ പോയി. ഈ ഇണ്ടന്തുരുത്തി മന ഇപ്പൊ എന്താ കിട്ടണമെന്ന് അറിയാം നമുക്ക്. അതിപ്പോ ചെത്തുതൊഴിലാളി യൂണിയന്റെ ആഫീസാണ്. അത് വിധി വിവരിച്ച് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്തു? ഇപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെ നിങ്ങളായി? ഈ ചോദ്യമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രീതിയിൽ അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള സമരം ചെയ്തു, വഴി നടക്കാനുള്ള സമരം ചെയ്തു. ഇതിന്റെ എല്ലാം പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യേകത. അതിന് പിന്നിൽ EMS ഉണ്ടായിരുന്നു. സമരത്തിനോടൊപ്പം തൊഴിലാളികളോട് സമരം ചെയ്തപ്പോ, തൊഴിലാളികൾ കൂലി വർദ്ധനവിന് വേണ്ടി സമരം ചെയ്തപ്പോ അതിനൊപ്പം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഐക്യത്തിനെതിരെ സമരം ചെയ്തപ്പോ അതിന് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ജന്മിത്വം അവസാനിപ്പിക്കാൻ സമരം ചെയ്തു, അതിനോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അങ്ങനെയാണ്
നമ്മളെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് എന്നതാണ് ഇവർ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ പറയാനുള്ളത്. എന്താണ് ഇവർ ഓർമ്മിക്കുന്നത്? ഈ ഓർമ്മിക്കുന്ന കാര്യം ഇതാണ്, നമ്മളായത് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞത്. സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, തിരുവനന്തപുരത്ത് പഞ്ചമിയുടെ ചിത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാവപ്പെട്ട നമ്മുടെ താഴ്ന്ന ജാതിക്കാരിയായ കുട്ടിയാണല്ലോ പഞ്ചമി. ഉരുട്ടമ്പലം വിദ്യാഭ്യാസ വിദ്യാലയത്തില് റാണി ലക്ഷ്മിബായി വഹിക്കുന്ന തിരുവിതാംകൂർ എല്ലാം പ്രഖ്യാപിച്ചു, എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം കൊടുത്തു. അങ്ങനെയാണ് പഞ്ചമിയുടെ അമ്മ കൂട്ടിയിട്ട് ഈ വിദ്യാലയത്തിലേക്ക് വരുന്നത്, ഉരുട്ടമ്പലം. ഈ കുട്ടീനെ കണ്ട സ്കൂളിൽ എത്തിയപ്പോ തന്നെ മറ്റുള്ള പിള്ളേരും ചെയ്തു, ഈ കുട്ടി വന്നാൽ നമ്മൾ ഇരിക്കൂല. കുട്ടി ഇരുന്ന ബെഞ്ച് കത്തിച്ചു. ഇരുന്ന ബെഞ്ച് പറ്റൂല, ആ ബെഞ്ചാണ് പറ്റൂല, ആ കുട്ടി ഇരുന്ന ബെഞ്ച്. അങ്ങനെ ഉരുട്ടമ്പലത്തിലെ കുട്ടിയെ പുറത്താക്കി പഞ്ചമി. തിരിച്ചു പോയി കരഞ്ഞോണ്ട്. ഇതപ്പോഴാണ് അയ്യങ്കാളി, മഹാനായ അയ്യങ്കാളി ഈ വിവരറിയുന്നത്. ഈ പഞ്ചമിയുടെ കൈ പിടിച്ചിട്ട് വന്നു പറഞ്ഞു, ഈ കുട്ടിയെ പഠിപ്പിക്കണം. അതൊരു പ്രഖ്യാപനം നടത്തി. ഇങ്ങനെ ശ്രദ്ധിച്ചോളാനില്ല, എന്താ പ്രഖ്യാപനം അറിയാം? ഈ കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചില്ല എങ്കിൽ നിന്റെ വയലില് നമ്മൾ വീഴും. ആദ്യത്തെ കർഷക സമരം ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കർഷക സമരം. അങ്ങനെയൊന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ പണിയെടുക്കില്ല, വിട്ടില്ല അവര്. പക്ഷെ സമരം തുടർന്നു. സമരം തുടർന്നപ്പോ സംഭവിച്ചെന്താ? നമ്പൂരിമാർക്ക് ഉന്നത യാതൊരു വയലിൽ പണിയെടുക്കാൻ കഴിയില്ല. വേലുകൊണ്ട കറുത്തു, തിന്ന ശീലേ ഉള്ളൂ. അതിനുകൊണ്ട് പാട്ടം കിട്ടിയത് തിന്ന് നല്ലോണം എമ്പക്കിട്ട ശീലേ ഉള്ളൂ. സമരം ചെയ്തു, ദേൽവായലുകൾ ബാക്കിയായി. അവസാനം സമ്മതിക്കേണ്ടി വരുന്നു പഞ്ചമീനെ പഠിപ്പിക്കാൻ. എല്ലാ വിദ്യാലയത്തിലും താഴ്ന്ന ജാതിക്കാരെ പ്രവേശിപ്പിക്കാം എന്ന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാ കൃഷി തുടങ്ങിയത്, സമരം തുടങ്ങി. ഇതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. ഈ മാറ്റമാണ് വിദ്യാലയത്തിലേക്കുള്ള മാറ്റം, പഠിക്കാനുള്ള അവസരം. ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ, നമുക്കെല്ലാം പഠിക്കാനുള്ള അവസരം കിട്ടി. ഇതിന്റെ എല്ലാം ഫലമായി ജന്മിത്വം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ സമരം, വിദ്യാഭ്യാസം എല്ലാവർക്കും വേണമെന്ന സമരം, വഴി നടക്കാനുള്ള സമരം, അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള സമരം, മാല ധരിക്കാനുള്ള സമരം, മാറുമറക്കാനുള്ള സമരം. ഇങ്ങനെ സമരങ്ങൾ എത്ര! മാറുമറക്കാൻ അന്ന് ആരും വിട്ടില്ല. ജന്മിമാർ പോലും മാറുമറക്കണ്ടാണ്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു പുസ്തകം വായിച്ചു. അപ്പൊ അതെന്താ വെച്ചെന്ന് വെച്ചാല്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് നമ്പൂരി സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താ കാരണം അറിയോ? ഈ കഥകളിൽ നമ്പൂരിമാർ നിൽക്കും, ആദ്യമാർ. അവർക്കിത് കാണണം, വേണമെന്നില്ല. ആ അവകാശം നേടി. അങ്ങനെയാണ് മാറുമറക്കാനുള്ള അവകാശം കിട്ടി, മാല ധരിക്കാനുള്ള അവകാശം. ഇപ്പൊ നമ്മളെല്ലാവരും സ്വർണ്ണമാലയൊന്നും ധരിക്കില്ലല്ലോ. അന്ന് കല്ലുമാല ധരിക്കാൻ അവകാശമില്ലാത്തത്. ഈ അവകാശങ്ങളെല്ലാം നേടുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ, നവോത്ഥാന നായകന്മാർ, ഇവരെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അവകാശം നമ്മൾ നേടിയത്. ഇതിന്റെ മുന്നണിയിലാണ് EMS ഉണ്ടായിരുന്നത്, ഇതിന്റെ മുന്നണിയിലാണ് AKG ഉണ്ടായിരുന്നത്, ഇതിന്റെ മുന്നണിയിൽ തന്നെയാണ് കുഞ്ഞുകോട്ട ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ ഓർമ്മിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ വന്നപ്പോ എന്തായി? 57-ൽ ഒരു ഗവൺമെന്റ് ഉണ്ടായി. ആദ്യത്തെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകൾ. ലോകത്ത് എവിടെയും അങ്ങനെ വന്നിട്ടില്ല. ബാലറ്റിലൂടെ ഒരു അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ചരിത്ര പത്രങ്ങൾ എഴുതി, നമ്മുടെ മനോരമാദി, മാതൃഭൂമി പത്രങ്ങളെല്ലാം എഴുതി, ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർ വരില്ല. വന്നാൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് മാമന്മാർ, നമ്മുടെ മനോരമേന്റെ മുതലാളി. വരൂല, നമ്മൾ വരൂല, അവർ വരും. പക്ഷേ ജനത്തോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം. നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നു, പക്ഷെ തിന്നാൻ അരി നെല്ല് കിട്ടുന്നില്ല. നിങ്ങൾ ഈ പാടത്താകെ പണിയെടുക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരു കൂലിയും ലഭിക്കുന്നില്ല. ഇത് അവകാശപ്പെട്ടവർ നമ്മളാണ്. ആ ജന്മിത്വത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. നിങ്ങൾക്ക് വളരെ കൃത്യ ഓർമ്മ. പാടിക്കുന്നു നമ്മൾ നിൽക്കുന്നതിനടുത്താണ്. പാടിക്കുന്നിന്റെ മാത്രം സ്മരണകൾ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. 75-ാം വാർഷികമാണ് നമുക്ക് വരാൻ പോകുന്നത്. 75 വർഷം പിന്നിടുകയാണ്. എന്താണ് പാടിക്കുന്നു? പുതിയ തലമുറയോട് പറയുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്.
ഇപ്പൊ അവരുടെ പേര് പറയുന്നത് ജെൻസിന്നാ. എന്താടാ പുതിയ കുട്ടികൾ നാളെ ഞാനെല്ലാം ഫ്രീക്കൻ പോയി. ഇപ്പൊ എന്താണ് ന്യൂ ജെന്നല്ല, വേറെ പേരുണ്ട്, ജെൻസിനോ വ്യത്യസ്തം കേട്ടതാ. അങ്ങനെ പേരില്ല പിള്ളേർ. അതിന്റെ ഭാഗമായിട്ട് പറയാൻ നമുക്ക് പറയണ്ടേ. ജെൻസി പറഞ്ഞ വേറെ വാചകമുണ്ട്. എന്താ പറയുന്നറിയോ? നമുക്ക് സൂഹിക്കണം എന്നാ എന്റെ അർത്ഥം. നമുക്ക് അടിച്ചുപൊളി, അതിന്റെ പേര് ഇങ്ങനെയാണ് അടിച്ചുപൊളി. നമ്മൾ പറയുന്നില്ല. അവര് പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോ, എന്ന് നിങ്ങളുടെ അച്ഛനെ കാണണോ, അച്ഛനോട് സ്നേഹം വേണോ പിള്ളേർക്ക്? നമ്മളിപ്പോ അച്ഛനമ്മമാരെല്ലാം മക്കളെല്ലാം നല്ലോണം പോറ്റി എന്റെ മോനെ കൈ വളരും കാല് വളരും എന്നെല്ലാം നോക്കി നടക്കുകയാണ്. പക്ഷേ ആ കുട്ടിയില്ലാത്തൊരു കാര്യമുണ്ട്. സ്നേഹമില്ല, കരുണയില്ല, ദയയില്ല, മൂല്യബോധമില്ല. ഇതെല്ലാം ഉണ്ടായാലേ കുട്ടി കുട്ടിയാവും. അല്ലാത്ത പക്ഷം കുട്ടി അമ്മേനെ മറക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ കണ്ടോ? ഇപ്പോ നിങ്ങൾക്ക് കണ്ണിൽ വെള്ളം പോകുന്നൊരു കാര്യമുണ്ട്. ഒരമ്മ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ല നിങ്ങൾ? എന്താ പറഞ്ഞറിയോ? എന്റെ മോൻ എന്നെ കൊല്ലും. ആ ഒരു ബാധകം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. നിങ്ങൾ കേട്ടുപോയപ്പോഴല്ലോ രാത്രി ടി വിന്റെ മുമ്പിൽ നിന്ന് കേട്ടു പോകായിരുന്നു. എന്നെ കൊന്നാൽ എന്നെ എന്റെ മകൻ കൊല്ലും. പേടിയ. അച്ഛനും അമ്മക്കും ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല, കൊല്ലും. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയാം? പോലീസെ നീ പിടിച്ചു കൊണ്ടുപോകണം. അങ്ങനെ കേസ് കൊണ്ട് കുട്ടീനെ കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയില്ല, അമ്മ പബ്ലിക്കായിട്ട് പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞിട്ടാ കുട്ടീനെ കൊണ്ടുപോയി. അതിനൊപ്പഴും വേറൊരു സംഭവം ഉണ്ടായി. 5 പേരെ ഒരേ കൊല്ലം ബസ്സിന് പോയി കൊന്നു, അവിടെ അപ്പുറം പോയി കൊന്നു, അടിച്ചിട്ടാ കൊല്ലുന്നു. ഇതിനെ കൊന്നു മാത്രമല്ല, ഇവൻ പോകണം ഇതിലെടുത്തിട്ട് ജയിലിൽ, അല്ല പോലീസിനെടുത്ത് പറയുന്നതല്ലേ ഞാൻ കൊന്നു. ഒരു വിധത്തിലും ഒരു മാനസിക ചാഞ്ചല്യം ഉണ്ടായില്ല. ഞാൻ കൊന്നു. പുതിയ തലമുറയുടെ വിഷയമാണ്. ഓരോന്നും ഇപ്പൊ ഓരോ ദിവസവും പത്രത്തിൽ കേട്ടോണ്ടി അച്ഛനമ്മമാരെ കൊന്നു, അമ്മയെ അടിച്ചു കൊന്നു. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. പുതിയ തലമുറയുടെ പ്രശ്നം എന്താ? പ്രശ്നം പുതിയ തലമുറയ്ക്ക് നിങ്ങൾ പകർന്നു നൽകാത്തതാണ്. രക്ഷിതാവ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എന്റെ കുട്ടിയെ എന്ത് പഠിപ്പിക്കണം? കേവലമായി മനുഷ്യര സമൂഹത്തിനകത്തേക്ക് ഒരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമായി വിദ്യാഭ്യാസത്തെ പരിമിതപ്പെടുത്തിയാൽ സംഭവിക്കുന്ന ഒന്നാണ്. പഠിക്കുന്നു മാത്രം പറഞ്ഞാലുള്ള കുഴപ്പമാണ്. പഠിക്കുന്നതല്ല ഞാൻ അർത്ഥം പറയുന്നത്. നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു മൂല്യബോധമുണ്ട്. ഞാൻ എങ്ങനെയാണ് ഞാനായി? വിദ്യാഭ്യാസം എന്നുള്ളത് ജോലി സമ്പാദിക്കാനുള്ള ഒന്നായി നമ്മൾ കാണണ്ട. നല്ല മനുഷ്യരാവാനുള്ളതാവണം വിദ്യാഭ്യാസം. അതിനോടൊപ്പ ജോലി കിട്ടുന്നത്. രക്ഷിതാക്കൾ നന്നായി ഓർമ്മിക്കേണ്ടത് ഒന്നാണ്. അതുകൊണ്ട് പുതിയ ഈ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിൽ പ്രവേശിക്കാൻ അധികാരം, ജന്മിത്വത്തിനെതിരെ നടത്തിയ കൃഷിഭൂമി കൃഷിക്കാരന് വിദ്യാഭ്യാസം നടത്തിയ സമരത്തിന്റെ ഭാഗമായി നാം നേടിയെടുത്ത ഈ നേട്ടം നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവൻ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം സ്വമേധയ എനിക്ക് സിദ്ധിച്ചതാണ്. ഞാൻ എന്റെ അച്ഛന്റെ കഴിവുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ കഴിവുകൊണ്ട്, ഞാൻ പഠിച്ചത് കൊണ്ട്, ഇങ്ങനെയാണ് കുട്ടി പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്, എന്റെ അച്ഛനുള്ളത് കൊണ്ടാണ് കാശുണ്ടായത് എന്നൊക്കെ ധരിച്ചു വെച്ചൊരു സമൂഹമുണ്ട്. അവരുടെക്കാണ് നിങ്ങൾ പാടിക്കുന്നിനെ കുറിച്ച് പറയുന്നത്. പാടിക്കുന്നിന്റെ വിരിമാറിൽ കേവലമായി ഒരു വാചകം വായിച്ചു പോകാൻ, ഒരു പുസ്തകത്തിലൂടെ വായിച്ചു പോകേണ്ട ഒന്നല്ലത്, ഹൃദയത്തിൽ ആവാഹിക്കേണ്ട ഒന്നാണ്. 3 പേരെ, 2 പേര് ജയിലിൽ നിന്നും ഒരാളെ കേരളത്തിൽ ഉണ്ടായ MSP ക്യാമ്പ് ഇറക്കിക്കൊണ്ടുവരും. പാടിക്കുന്നിന്റെ നിലയിൽ ഇന്നത്തെ പാടിക്കുന്നല്ല, കാട് നാട്ടുകാരൊക്കെ പോവാൻ മടിക്കുന്ന ആ പ്രദേശത്ത് തിരികെ കൊണ്ടുവച്ച് പറയണം, നിന്നെ കൊല്ലാതെ ഒഴിവാക്കാം. ചോദ്യം ഇതാണ്, ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ കാര്യം അറിയാം? നിങ്ങൾ വിളിക്കേണ്ട ഒരു മുദ്രാവാക്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് എല്ലാവരും പറഞ്ഞ കാര്യം അത് വിളിക്കാൻ ഒഴിവാക്കാം. കർഷക സംഘം മൂർദാബാദ് വിളിച്ചാൽ മതി, വിട്ടനെ. ഈ 3 തീരും പറഞ്ഞെന്താറിയോ? ഞാൻ ഈ കാര്യപത്രികയും പ്രവർത്തിച്ചത് നമ്മുടെ ആളുകൾക്ക് ഭൂമി, കൃഷിഭൂമി കൃഷിക്കാരന് വേണ്ടി കിട്ടണം എന്നൊരു ചൂടാണ്. ജന്മിത്വം തകരണം എന്നുള്ളത് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വിജയിക്കണം എന്നതാണ്.
അതുകൊണ്ട് നിന്റെ തൂക്കിന്റെ ഇന്റെ പോയിപ്പിച്ചാലൊന്നും ഞാനിത് മാറ്റി പറയില്ല. സധൈര്യം പറഞ്ഞു, വെടിവെച്ചോ. നിങ്ങൾ ഇന്നത്തെ കാലത്തെ കുറിച്ച് ഒന്ന് വിളിച്ചിട്ട് എത്ര പേർ ഇന്ന് ഈ കഥ, ഈ ചരിത്രം നമ്മുടെ സമൂഹത്തിൽ പകരുന്നുണ്ട്? അതിന്റെ ഭാഗമായിട്ടാണ് കൃഷിഭൂമി കിട്ടിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഗവൺമെന്റ് വന്നത്. 57 ഗവൺമെന്റ് വന്നത് അതിന്റെ കൂടി ഭാഗമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഭൂമി ലഭിച്ചത്. ഭൂമി ലഭിച്ചപ്പോഴാണ് തന്റെ ഇടമുണ്ടായത്. അന്ന് വരെ നമ്മുടെ ആളുകളെല്ലാം കുനിഞ്ഞാണ് നടന്നിരുന്നത്. പ്രത്യേകിച്ച് ഞാനെന്ന് പറയാൻ പാടില്ല. നമ്മളുടെ മുമ്പിൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ തെറ്റാ. എന്താ പറയണം? അടിയൻ. ആദ്യം ഉപയോഗിക്കണം. അടിയൻ പോലെ എന്താ? നിന്റെ കീഴ് നിൽക്കുന്നതാ. ഞാനെന്ന് പറഞ്ഞ അഹങ്കാരമായി. അപ്പോ അടിയൻ എന്ന് വിളിച്ചിരുന്ന സ്ഥാനത്ത് ഭൂമി കിട്ടിയപ്പോ പറഞ്ഞു ഞാൻ. അവർ വാചകത്തിന്റെ മാറ്റം ആലോചിക്കുക. അടിയൻ എന്ന് വിളിച്ചിരുന്ന സ്ഥാനത്ത് ഞാനെന്ന് വിളിക്കും. ഞാനെന്ന് വിളിച്ചപ്പോ പറഞ്ഞു. പിന്നീട് അവൻ പറയുന്നറിയാം, അവരോട് ചോദിച്ചു, ഇങ്ങോട്ട് മാറി നിൽക്കടാൻ പറ്റൂല. പണ്ടെന്താ പറഞ്ഞത്? മാറി നിൽക്കടാൻ പറഞ്ഞപ്പോ അടിയൻ. ഇപ്പൊ എന്താ പറഞ്ഞേ? പറ്റൂല. ഈ വാചകത്തിന്റെ മാറ്റം ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാറ്റാണ്. ഇത് വേറെ അവകാശപ്പെട്ടതല്ല, നമ്മൾ ഉണ്ടാക്കിയ മാറ്റാണ്. ആ മാറ്റത്തിന്റെ ഭാഗമായി EMSന്റെയും AKGയുടെയും കുഞ്ഞപ്പാട്ടിന്റെ എല്ലാം പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്കുണ്ടായ മാറ്റം. ആ മാറ്റമാണ് ഞാനെന്ന് വിളിക്കാനുള്ള മാറ്റം ഉണ്ടായത്. ആ ഞാനെന്ന് പറയാൻ ആരടാ എന്ന് പറയുമ്പോൾ ഞാനടാ എന്ന് പറയാനുള്ള മാറ്റം ഉണ്ട്. കൂലിക്ക് ചോദിക്കാനുള്ള അവകാശം. ഇത് പോരാ, എനിക്കിത് പോരാ. അപ്പോഴാ പറയാ നമ്മള് തന്നത് വാങ്ങിച്ചു പോയപ്പോ 2 കണ്ണിന്റെ മുമ്പിലും പണം കൊണ്ട് കിട്ടിയ കാശ് നെഞ്ചോട് കൂട്ടി ഉറപ്പിച്ച് 1 രൂപ തന്നത് വാങ്ങി അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തിരിച്ചു പോകുന്നവരോട് പറഞ്ഞു, ഇത് പോരാ. ഈ പത്താൻ പറഞ്ഞു, ഈ പണം പോരാ, എനിക്ക് ജീവിക്കണം, നിങ്ങൾ തന്നത് പോരാ. ഇതാ വർത്തമാനം. ഈ വർത്തമാനം പറയാൻ നമ്മളെ പഠിപ്പിച്ചത് ഇവരാണ്. അങ്ങനെയാണ് 57 ഗവൺമെന്റ് വന്ന് കൃഷിഭൂമി കൃഷിക്കാരന് കിട്ടിയത്. ഈ കിട്ടിയതിനു ശേഷമാണ് നമ്മുടെ ഈ വളർച്ച, ഈ ഇരിക്കുന്നവരെല്ലാം വളർച്ച, ഈ വായനശാല വളർച്ച, ഈ അമ്പലത്തിന്റെ വളർച്ച. ചില അങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ അമ്പലത്തിന് മുമ്പിലാക്കുന്നു. ഈ അമ്പലത്തിൽ നിന്നിട്ടാ പറയുന്നത് നമ്മള് അമ്പലത്തിനൊരു വളർച്ചയുണ്ട്. ആ വളർച്ചയും നമ്മുടെ വളർച്ച. എല്ലാവർക്കും പ്രവേശിക്കാൻ കിട്ടുക ആ വളർച്ച. എല്ലാവരും പ്രവേശിച്ചില്ലല്ലോ. അപ്പൊ നമ്മുടെ ചൂണ്ടി ചിലർ പറയുന്നത് നിങ്ങൾ നിരീശ്വരവാദികളാണ്. നിങ്ങൾ വിശ്വാസികളല്ല. വിശ്വാസികളായതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിശ്വാസികളെ സംരക്ഷിക്കും ഏതാളും വരുന്നു. നമ്മൾ വിശ്വാസികളോടും അവിശ്വാസികളോടൊപ്പം ഇന്നാളൊപ്പമൊന്നുമില്ല. നമ്മളെല്ലാവരോടൊപ്പം മനുഷ്യരോടൊപ്പം നമ്മൾ. അവിടെ എവിടെയാണോ പ്രയാസം അനുഭവിക്കുന്നത് അവിടെയെല്ലാം നമ്മുടെ സാന്നിധ്യമുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാ നിങ്ങൾ നിരീശ്വരവാദികളാണ്, നിങ്ങൾ വിശ്വാസത്തിനെതിരാണ്. ഇതാണ് നമ്മുടെ ഭാഷ. നമ്മൾ കൃത്യം പറയണം നമ്മൾ എങ്ങനെയാണ് വിശ്വാസികളാവുന്നത്, എന്തുകൊണ്ടാണ് വിശ്വാസത്തെ നാം സംരക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി. എന്നാൽ ഈ വിശ്വാസത്തോടൊപ്പം മനുഷ്യന്റെ പ്രാഥമിക ആവശ്യത്തോട് മുൻതൂക്കം നൽകും. ഭക്ഷണത്തിന് മുൻതൂക്കം നൽകും, നമ്മുടെ താമസത്തിന് മുൻതൂക്കം നൽകും, വസ്ത്രത്തിന് മുൻതൂക്കം നൽകും. അങ്ങനെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളോടൊപ്പം ചേർന്ന് സഞ്ചരിച്ചു. അങ്ങനെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് നാം എല്ലാം പകർന്നു കൊടുക്കുന്നു. ഇതിനാണ് ചരിത്രം എന്ന് പറയുക. കുട്ടികളെ ചരിത്രം പഠിക്കേണ്ട കാര്യം ഇലക്ട്രോണിക്സ് പഠിച്ചാൽ മതി. പക്ഷേ ചരിത്രത്തിന്റെ പിൻബലം ഇല്ലാത്ത ഒരു ഇലക്ട്രോണിക്സും ഇല്ല, ഒരു കമ്പ്യൂട്ടറും ഇല്ലെന്ന്. ഈ ചരിത്രത്തിന്റെ പിൻബലം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പുതിയ കാലത്തെ അതിജീവിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവും. ആ ധൈര്യം ഉണ്ടാവണമെങ്കിൽ ചരിത്രത്തിന് ശരിയായ പഠനം ഉണ്ടാകും. അതിനാണ് പഴയ തലമുറയെ കുറിച്ച് നാം ഓർത്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തം, നിങ്ങൾ ഈ പോക്ക് ഇഷ്ടപ്പെടാത്തൊരു വിഭാഗം, അത് ഞാൻ നേരത്തെ പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാം പറയുന്നത്. നമ്മൾ പറയുന്നത് മതനിരപേക്ഷത വേണം. മറ്റൊന്ന് പറയുന്നത് തൊഴിലാളി വർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യമാണ്. ജന്മിത്വം പൂർണ്ണമായി അവസാനിക്കണം.
മുതലാളിത്തം തകരണം, സാമ്രാജ്യത്വം തകരണം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാനം അലോസരപ്പെടുത്തുന്നവരാണ് ഇപ്പോ നമുക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പ്രസക്തി അവർ നന്നായി ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിവിധങ്ങളായ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇന്നിപ്പോ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ വാർത്ത വായിച്ചത് BJP പ്രസിഡന്റായി ചന്ദ്രശേഖരൻ വന്നത് വെറുതെ കിട്ടാം. സുരേന്ദ്രനിൽ നിന്ന് ചന്ദ്രശേഖരനിലേക്ക് മാറ്റാണ് BJP മാറ്റം. ചെറുപ്പം അതെന്താ അങ്ങനെ പറയുന്നത്? ചന്ദ്രശേഖരൻ ആരാ? ചില്ലറക്കാരനല്ല. നമ്മളെ ഇന്ത്യയെ വിലക്കെടുക്കാൻ പറ്റുന്ന കൂട്ടത്തിൽപ്പെടുന്ന ശതകോടീശ്വരൻ ഒരാളാണ്. ഏഷ്യാനെറ്റിന്റെ മുതലാളി കൂടിയാണ്. ഏഷ്യാനെറ്റ് മാത്രമല്ല, ഒരുപാടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഇന്നലെ വരെ കേൾക്കാത്ത ഒരാൾ അവരോധിക്കപ്പെടുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല, പ്രഖ്യാപിക്കുന്നു. ഒരു അഭിപ്രായ ചോദിക്കില്ല, കാര്യം പൈസ കൊടുക്കും. അത് മനസ്സിലായല്ലോ. അപ്പോ അതൊരു രാഷ്ട്രീയ മാറ്റമല്ല, ആ രാഷ്ട്രീയ പാർട്ടി എങ്ങോട്ട് പോകുന്നുള്ളതിന്റെ സൂചനയാണ്. BJP-യുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ളതിന്റെ സൂചനയാണ് കാണിച്ചിരിക്കുന്നത്. ആ സൂചന വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ താല്പര്യം കോർപ്പറേറ്റുകളോടാണ്. ഞങ്ങളുടെ താല്പര്യം ജാതി മതാതി ഭാഗങ്ങളെല്ലാം നിലനിർത്തുകയാണ്. ഞങ്ങളുടെ അജണ്ട ഹിന്ദുത്വ അജണ്ടയാണ്. ഞങ്ങളുടെ അജണ്ട കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. ഞങ്ങളുടെ അജണ്ട രാജ്യമാകെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കലാണ്. അത് കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെയാണ്. കൃത്യമായ ഒരു വെളിപാട് നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വെച്ചു, ഒരു BJP നേതാവിന്റെ ആസ്തി 3340 കോടി രൂപ. BJP-യുടെ MLA ആണ്. അയാളുടെ ആസ്തിയാണ് വായിച്ചത്. കഴിഞ്ഞ ദിവസം വേറൊരു ചിത്രം ഞാൻ കണ്ടു. ഒരു കാറിൽ BJP-ന്റെ നേതാവ് ഒരു പോലീസുകാരൻ കാലൂട്ടൊക്കെ കയ്യിൽ വെച്ചു. ഈ പുതിയ വാട്സപ്പിന്റെ കണ്ടിട്ടുണ്ട്, നേരിട്ടില്ലേ? ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് പോകും? ഈ രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങോട്ട്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. അതുവഴിയാണ് ഈ പറയുന്ന കാല് തൊട്ട് വന്ദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറുക മാത്രമല്ല, നാം നേടിയെടുത്തതെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് മാറണം എന്നവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ വലിയ ജാഗ്രത. നമ്മളെ പറ്റി പറഞ്ഞ കാര്യം നാം പറഞ്ഞു. നമ്മളെ പറ്റി പറഞ്ഞത്, നിങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യം ആവശ്യപ്പെടുന്നു, പാവപ്പെട്ടവന് വേണ്ടി പ്രസംഗിക്കുന്നു, അവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾ കോർപ്പറേറ്റുകളെ എതിർക്കുന്നു, നിങ്ങൾ സാമ്രാജ്യത്തെ എതിർക്കുന്നു, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. BJP-ക്കാരൻ പറഞ്ഞ ഇതിനോടൊപ്പം ശരിയാണ് കോൺഗ്രസ്സുകാർ. ഇവർക്ക് അവർ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു വേണ്ട. കോൺഗ്രസും BJP-യും തമ്മിൽ വല്ലാത്ത വ്യത്യാസമൊന്നും നിങ്ങൾ കാണണ്ട. രാഷ്ട്രീയമായി രണ്ടും ഒന്നാണ്. എന്താ ഒന്നെന്ന് വെച്ചാൽ, നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി കുഞ്ഞുമ്പോട്ടിനും KG നയിച്ച പാർട്ടി നമുക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് എന്താ പറഞ്ഞത്? തൊഴിലാളികളുടെ സർവാധിപത്യം നമ്മളാണ് കണ്ടത്. ഒപ്പം നമ്മൾക്ക് ലക്ഷ്യമുള്ളത് മതനിരപേക്ഷതയാണ് നമ്മുടെ ലക്ഷ്യം. കോൺഗ്രസിന്റെ ലക്ഷ്യമല്ല. നിങ്ങൾ അവരോട് ചോദിച്ചു, കോൺഗ്രസ് അവരോട് ചോദിക്കുക, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? സോഷ്യലിസ്റ്റ് ഇല്ലാതെ അവരൊറ്റ ലക്ഷ്യമുള്ളൂ, അടുത്ത ഗവൺമെന്റ് ഉണ്ടാകുമോ? ഈ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. ആ ലക്ഷ്യമെത്താൻ അവർക്ക് കോർപ്പറേറ്റുകളുടെ സഹായം വേണം. ഈ ഭരണമാറ്റം മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. നമുക്കാണെങ്കിൽ കേവലമായി ഭരണം മാറിയാൽ പോരാ, ഭരണകൂടത്തെ മാറ്റണം, നിലവിലുള്ള അവസ്ഥയെ മാറണം. ഈ അവസ്ഥ മാറ്റത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. ഇതാണ് നമ്മൾ തമ്മിൽ വ്യത്യാസം. കോൺഗ്രസിനും BJP-ക്കും വരെ പ്രശ്നമില്ല. BJP-ക്ക് ഒരു ലക്ഷ്യമുണ്ട്, രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം. അവർ ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി അവർ പറഞ്ഞു, മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, മൂന്നാമത് ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. നിങ്ങളും വേണം, നിങ്ങൾ മൂന്നാളും അവസാനിപ്പിക്കണം. രണ്ടെണ്ണത്തിന്റെ കാര്യം നമുക്കറിയാം. ഹിന്ദു വരുമ്പോ മുസ്ലിം പോകും. എന്തേ നമ്മുടെ ശത്രുക്കളാകാൻ കാരണം? ഒറ്റ കാര്യമുള്ളൂ, അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ മതനിരപേക്ഷത പറയുന്നു,
കമ്മ്യൂണിസ്റ്റുകാർ കോർപ്പറേറ്റിനെ എതിർക്കുന്നു, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണ്, കോൺഗ്രസ് ശത്രുവല്ല. കാരണം മതനിരപേക്ഷത അവർക്ക് പ്രശ്നമല്ല. അവർ ഹിന്ദു രാഷ്ട്രവാദത്തോടൊപ്പമാണ്, അവർ കോർപ്പറേറ്റുകളോടൊപ്പമാണ്. അവർക്ക് ലക്ഷ്യമില്ല, അവർക്ക് ഭരണം മാറുകൊണ്ടു. അതുകൊണ്ട് എപ്പോഴും കോൺഗ്രസിനെ അവർക്ക് കൂട്ടാം. കോൺഗ്രസ് കൂട്ടാന്ന് മാത്രമല്ല, കോൺഗ്രസും ഇവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നലെ വരെ കോൺഗ്രസ് ആയാൾക്ക് ഇന്ന് BJP ആവാം, ഒരു കുഴപ്പമില്ല. അതൊരു അത്ഭുതമുള്ള കാര്യമില്ല. അത് അന്തിച്ചർച്ചയിൽ പറഞ്ഞാൽ തിരക്കുള്ള ഇപ്പൊ പറയുന്നത്. കാരണം അവർ രണ്ടിന്റെയും ബേസ് ഒന്നാണ്. ബിരൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി, നേരത്തെ കോൺഗ്രസ്. അവരുടെ ഇന്നത്തെ എല്ലാ മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് BJPയുടെ മുഖ്യമന്ത്രിമാരെല്ലാം പഴയ BJPക്കാരാണ്. അല്ല, BJPയുടെ മുഖ്യമന്ത്രിമാരും കോൺഗ്രസ്സുകാരാണ് എല്ലാം. അതുകൊണ്ട് അവർക്ക് വലിയ വ്യത്യാസം. പക്ഷെ നമ്മൾ വ്യത്യസ്തമായി നിൽക്കുന്നു, വ്യതിരിക്തമാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നിങ്ങളെല്ലാം ശത്രു പട്ടികയിലാണ്. ആ ശത്രു പട്ടികയിലാവുമ്പോഴും കേരളത്തിൽ മാതൃകയെ നമ്മൾ രണ്ടാമതും മതിയാണ്. ഇതാണ് പ്രത്യേകത. ഈ കേരളത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നു ചെറിയൊരു കാര്യം നിങ്ങൾ കാണണ്ട. ആദ്യമായി ബാലറ്റിലൂടെ വന്നത് കേരളത്തിൽ 57. പിന്നീട് വിവിധങ്ങളായ തരത്തിൽ മാറി മാറി ഭരിച്ചു നമ്മൾ. ഇപ്പോ രണ്ടാമതും അധികാരത്തിൽ വന്നു. സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റില്ല പറഞ്ഞ മാത്രമല്ല, മൂന്നാമതും വരും എന്നൊരു പ്രതീതി ഉണ്ടായി. അപ്പോഴാണ് അവർ എല്ലാ അസ്ത്രങ്ങളും നമ്മളെ മേലേക്ക് തൊടുക്കുന്നത്. ആ തൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേറ്റ് ഭീമന്മാരെയും മാധ്യമ ഭീമന്മാരെയും എല്ലാം ഇവരുടെ തലപ്പത്തേക്ക് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇനി കുറെ കൂടി ഗൗരവമാവും. മാധ്യമങ്ങൾ നിരന്തരമായി നമുക്കെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. തെറ്റായ യഥാർത്ഥ്യമായ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരിക, നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം വിസ്മരിക്കുക. ഇതൊന്നും നേട്ടമല്ല എന്ന് പറയുക. ഇപ്പൊ ഇവിടെ ഞാൻ വരുമ്പോ അതൊക്കെ പുരുഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആശാ വർക്കറുടെ കാര്യം. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകാനല്ല. ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന കേരളത്തെ കുറിച്ച് പ്രതിപാദ്യമില്ലെന്ന്. അവർക്ക് കിട്ടേണ്ടതുള്ള അഭിപ്രായം നോക്കില്ല, കൊടുക്കണമെന്നല്ലേ അഭിപ്രായം. പക്ഷെ പ്രശ്നം എന്താ? ഇന്ത്യയിലെ ഇതര സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അത് പറയട്ടെ, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ശരി, അതിനോടൊപ്പം നമ്മളുണ്ട്. എന്നാൽ ഈ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്, ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അപ്പൊ ലക്ഷ്യം വേറെയാണ്. ലക്ഷ്യം ആശാപ്രവർത്തകരുടെ ശമ്പളം കിട്ടലല്ല, ഓണറേറിയം വർദ്ധിപ്പിക്കലല്ല, മറിച്ച് ഈ ഗവൺമെന്റിനെ രണ്ടാമത് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ഇല്ലാതാക്കണം. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഞങ്ങളുടെ ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് ഇവരെതിരാണ് BJP. മൂന്നാമതും അധികാരത്തിൽ വന്നാൽ നമുക്ക് ഭരണം കിട്ടുമെന്നുള്ള ആശക്ക് മംഗലാണ്. അതുകൊണ്ട് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസും BJP ഒത്തു. രണ്ടും രണ്ട് ലക്ഷ്യമാണ്. അപ്പോ നമുക്കെതിരായി നിലപാട് സ്വീകരിക്കാവുന്ന എല്ലാം സ്വീകരിക്കുക. ഇപ്പൊ ആശ കുറച്ചു നേരം അംഗൻവാടി, അങ്ങനെ തുടർച്ചയായി ഒരു സമര പരമ്പര സൃഷ്ടിക്കുക. ഇതാണ് ലക്ഷ്യം. അതിന് BJPയുമായി കൂട്ടുചേരുന്നതിൽ അവർക്കൊരു മടിയില്ല. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? മാധ്യമങ്ങൾ കൂടി അവരോടൊപ്പം ചേരുക. നമുക്ക് പറയാൻ പ്രത്യേകിച്ച് കുറെ മാധ്യമങ്ങളില്ല. ആവർത്തിച്ച് നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആവർത്തിച്ച് പറയുന്ന നുണയെ സത്യമാണെന്ന് ധരിപ്പിക്കുക. നമ്മുടെ ഇടയിലെ ആളുകളെ ഉൾപ്പെടെ അതിന്റെ ഭാഗമാക്കി മാറ്റും. അതിന് മറ്റൊരു മാർഗം കൂടി ഉപയോഗിക്കുന്നു. ആ മാർഗം വളരെ കൃത്യമാണ്. തന്നിലുള്ള സ്വത്വബോധത്തെ കൂടി ഉണർത്തുക. അങ്ങനെ ഉണർത്തിയാൽ ജാതിബോധം നന്നായി അവരുടെ മേഖലയിലേക്ക് വരും. ആ ജാതിബോധത്തെ ഉപയോഗപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുക. അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ പാർട്ടിയിലെ ഈ മൂന്നാമത്തെ ഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ, കേവലമായി ഭരണത്തെ ഇല്ലായ്മ ചെയ്യലല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആശയങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു സംസ്ഥാനത്ത് മാത്രം ഭരിച്ചതുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യം സാധ്യമാവില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് തർക്കമില്ല നമുക്ക്. പക്ഷേ നാം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ചെറിയ കേരളത്തിൽ നിന്നുകൊണ്ട് നാം കാണിക്കുന്നു, ഇതൊരു ബദലാണ്, ഇങ്ങനെയും സാധ്യമാകും. ഉത്തർപ്രദേശിൽ സാധ്യമാകാത്തത് കേരളത്തിൽ സാധ്യമാകും. കേരളത്തിൽ
ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങളിൽ ജനം അനുഭവിക്കുന്നതിന് തത്തുല്യമായി അത് അനുഭവിക്കാൻ സാധ്യമാകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറും. ഈ മാറിയപ്പോ എന്താ സംഭവിച്ചത്? നിരവധിയായ കാര്യങ്ങളിൽ നീതി ആയോഗിന്റെ കണക്കിൽ നമ്മൾ ഒന്നാമതെത്തി. വിദ്യാഭ്യാസത്തിനുണ്ട്, അതുപോലെ ആരോഗ്യ മേഖലയുണ്ട്, സുസ്ഥിര വികസനത്തിലുണ്ട്, ക്രമസമാധാനത്തിലുണ്ട്, ശിശുമരണ നിരക്കിലുണ്ട്. ഇങ്ങനെ 10-18ഓളം കാര്യത്തിൽ ഒന്നാം നമ്പറായൊരു കുഴപ്പമില്ല. നോക്കിയപ്പോ നമ്മൾ ഒന്നാം നമ്പറായി. ഒന്നാം നമ്പറായപ്പോൾ ഒരു കുഴപ്പം ഇപ്പൊ സംഭവിച്ചു. സംഭവിച്ചത് നിങ്ങൾക്ക് പൈസ ഇതിലില്ലായിരുന്നു. നാം നന്നായി ഉയർന്നു, മാതൃകയായി, ലോകത്തിന് മാതൃക. ഞാൻ നേരത്തെ പറഞ്ഞ മുതലാളിത്ത രാജ്യങ്ങളിലെ ജനം അനുഭവിക്കുന്നതിന് തുല്യമായി അനുഭവിക്കുന്നവരായി നാം മാറുന്നു. അമേരിക്കക്ക് സമാനമാണ് എന്ന് നമ്മൾ പറയുന്നു. ഈ കേരളത്തിൽ തന്നെ അഭ്യസനത്തിലായ കുട്ടികൾക്കെല്ലാം ജോലി ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഈ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന കോൺക്ലേവിൽ 1,92,000 കോടി രൂപയുടെ ആസ്തിയാണ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്ന് പല വിധത്തിലുള്ള കരാർ ഒപ്പിട്ടത്. അത് കുറെ ഭാഗം വരും. അപ്പോ നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിച്ചു എന്ന കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ ജോലി കിട്ടും. ഇതിലേക്ക് മാറുകയാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ സംരംഭങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുന്നു. 300-ൽ നിന്ന് 4000-ലധികത്തിലേക്ക് സംരംഭങ്ങൾ മാറുന്നു. അതിന്റെ ഭാഗമായി ജോലി ലഭിക്കുന്നു. പക്ഷേ കുഴപ്പമെന്ന് അറിയോ? നിങ്ങൾ ഇങ്ങനെ മാറിയത് കൊണ്ട് നിങ്ങൾക്ക് കാശില്ല. അത് രാഷ്ട്രീയമാണ്. അതിനപ്പോ സംബന്ധിച്ച് കഴിഞ്ഞ ബഡ്ജറ്റ് വന്നപ്പോ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ചോദിച്ചു പത്രക്കാരൻ, നിങ്ങൾക്ക് ഇങ്ങനെ വല്ല പ്രശ്നമില്ലേ, ഈ കേരളത്തിലെ മന്ത്രിയില്ലേ നിങ്ങൾ? അപ്പൊ അയാൾ പറഞ്ഞൊരു വാചകം നമ്മളെ നെഞ്ചിലൊക്കെ നേരത്തെ ചൂണ്ടിക്കുന്നു. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ പ്രശ്നത്തിൽ കിട്ടൂല. കിട്ടണമെങ്കിൽ നിങ്ങൾ കുറെ താഴോട്ട് പോകും, വിദ്യാഭ്യാസം കുറയണം, ആരോഗ്യമേഖല താഴോട്ട് പോകണം. എന്നായിരുന്നു പൈസ നിങ്ങൾ എഴുതി കൊടുക്കും. നിങ്ങൾ പുറകോട്ട് പോകണം. ആരാ പറഞ്ഞത്? ഒരു കേന്ദ്രമന്ത്രിയാണ്, മലയാളിയായ കേന്ദ്രമന്ത്രി. കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയോട് ചോദിച്ചു, പുലമ്പിക്കൊണ്ടിട്ട് കാര്യമില്ല വാചകം. കിട്ടുന്നത് ഉപയോഗിച്ച് ചെയ്തോ, കിട്ടുന്നത് ചോദിച്ചു മേടിക്കും. ഇതാ വാചകം. അപ്പോ നമ്മൾ നേടിയ ഈ നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന തുകയ്ക്ക് നിങ്ങൾക്ക് തരാനായില്ല. നിങ്ങൾ വിദ്യാഭ്യാസം മുന്നോട്ട് തരാൻ സ്കൂളിന്റെ കാശില്ല, ആരോഗ്യ മേഖല മുന്നോട്ട് ആശുപത്രിക്ക് കാശില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കാശ് തരണമെങ്കിൽ തന്നെ നിങ്ങൾ കിട്ടണമെങ്കിൽ ബ്രാൻഡ് ചെയ്യണം. ഇന്നത്തെ പത്രത്തിൽ വായിച്ചതുണ്ട്, ആശുപത്രിയിലെ ബ്രാൻഡ് ചെയ്യാൻ സമ്മതിച്ചു, പൈസ കിട്ടിയില്ലായി. 18 കോടിയാണ് കിട്ടിയത്, 400 കോടി കിട്ടണം. നമ്മളെ പൈസ കൊടുക്കുക, പൈസ അയാളെ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുക. ബ്രാൻഡ് ചെയ്യണം. വീട് 12 ലക്ഷം വീട് നമ്മൾ കൊടുത്തു. 72,000 രൂപ കേന്ദ്രം കൊടുക്കുന്നത്. ആ കേന്ദ്രം കൊടുക്കുന്ന വീട്ടിന്റെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം. ഇതാണ് ബ്രാൻഡ് ചെയ്യാൻ. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങളാണല്ലോ ഇത്രയും തുക കൊടുക്കുന്നത്, ഈ വീടിന്റെ മുമ്പിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ഉണ്ടാകാൻ പാടില്ല. കിട്ടിയ അയാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും, ഈ വീട് വെറുതെ ഇട്ടതാണ് എന്ന് ആൾ കണ്ടാൽ ചോദിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഒരു ബ്രാൻഡും വെക്കാൻ പാടില്ല. ഇപ്പൊ പറയുന്നുണ്ടല്ലോ ബ്രാൻഡ് ചെയ്യണം, എന്നാലേ നിങ്ങൾ കാശ് ചെയ്യുന്ന. ആ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട കാശ് ഒന്നും നൽകാതിരിക്കുക. അപ്പൊ കഷ്ടപ്പെടാതിരിക്കുക നമുക്കാണ്. അപ്പോഴാണ് പെൻഷൻ കിട്ടാതിരിക്കുക. പെൻഷൻ കിട്ടാതിരുന്നാലോ മരിയക്കുട്ടി ചേട്ടത്തി വരും, ചട്ടി. ആ ചേട്ടത്തി വന്ന് കാശ് ഈ കാലത്തിലേക്ക് പോവില്ല. കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടതാണ് എന്ന വാദമില്ല, നിങ്ങൾ തരേണ്ടതാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും 300 രൂപ കൂടെ കൊടുക്കുന്നില്ല. നമ്മളുടെ കൊടുക്കുന്നു 1600, ഇനിയും കൊടുക്കുന്ന നമ്മൾ പറഞ്ഞത്. അപ്പോ പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് എതിരാണ് ജനം. അതിന് ജനം മാറ്റിയാക്കാൻ വേണ്ടി പോവാണ്. അതിനാണ് പത്രങ്ങൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോ നിങ്ങൾ ഉണ്ടാക്കിയ മെച്ചം, മികവ്, അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കാശ് നൽകുന്നില്ല എന്ന അവസ്ഥയിലേക്ക് വരിക. അപ്പോ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് വളരെ ഗൗരവമാണ് വിഷയം. നിങ്ങൾ കാണുന്നില്ല. ഒരു ഭാഗത്തൂടെ ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തനം,
തിരിച്ച് മനുരാഷ്ട്രവാദത്തിലേക്ക് പോകാനുള്ള വളരെ വേഗത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. മനുരാഷ്ട്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ജാതി വ്യവസ്ഥ തിരിച്ചുകൊണ്ടുവരിക, അകലം സൂക്ഷിക്കാൻ വേണ്ടി പോയിക്കുക, വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകാതിരിക്കുക, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയിൽ അരക്കെട്ട് ഉറപ്പിക്കുക. നിങ്ങളാ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ നോക്കിയാൽ മനു പിന്നെ ഇത് ഓൺലൈൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോ കണ്ടു, അതിൽ ശ്ലോകം ഉണ്ട്. ശ്ലോകത്തിന്റെ മലയാളം വലിയ കൂട്ടു. ഈ രാഷ്ട്രം വന്നാലുള്ള അവസ്ഥയിൽ തിരിച്ചു വന്നു. ഇപ്പൊ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. അപ്പോ അതിഗുരുതരമായ അവസ്ഥയിലേക്ക് ഈ അവസ്ഥയ്ക്ക് കേവലമായ പരിഹാരമില്ല, ശക്തമായ സമരം മാത്രം. ജനത്തെ ബോധ്യപ്പെടുത്തുക. ഈ 3 പേരെയും സാക്ഷി നിർത്തി അവരുടെ ദിനമാചരിക്കുന്ന ഈ ദിവസം നാം ഉറപ്പിക്കാനുള്ള ഒരു കാര്യം, നാം നേടിയ നേട്ടങ്ങൾ കേവലമായി ഏതെങ്കിലും ദൈവേച്ഛയുടെ ഭാഗമായി സിദ്ധിച്ചതല്ലെന്നും ഇത് വലിയ പോരാട്ടത്തിന്റെ ഭാഗമായി സിദ്ധിച്ചതാണെന്നും ഇത് നിലനിർത്തി പുതിയ തലമുറയ്ക്ക് നൽകാൻ ബാധ്യതപ്പെട്ടവരാണ് നിങ്ങളൊന്നും ഞാനും നിങ്ങളും. ഓർമ്മിച്ചോളം നല്ലോണം. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം പഴയ ആളുകൾ നേടി നേട്ടാണ്. ഇവരിപ്പോ നമ്മളോടൊപ്പം ഇല്ല. ഇനി നമ്മുടെ പുതിയ തലമുറക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. നിങ്ങൾ പോകുമ്പോൾ ഇതും കൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട്.